നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലിൽ കരുതൽ തടങ്കൽ കാലാവധി കുറച്ച് വിട്ടയച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സിന്തറ്റിക് ലഹരി കടത്തിയ സംഭവത്തിൽ പ്രതി വീണ്ടും പിടിയിലായി. 30ഓളം കേസുകളിൽ പ്രതിയായ അണ്ടൂർക്കോണം പായ്ച്ചിറ ചായ്പുറത്തു വീട് ഷഫീഖ് മൻസിലിൽ ഷഫീഖിനെ മാർച്ച് 12-നാണ് കലക്ടറുടെ ഉത്തരവിൽ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിൽ കരുതൽ തടങ്കലിലാക്കിയത്. അവിടെ ജയിൽ വാർഡനെ കയ്യേറ്റം ചെയ്തതിനും കേസുണ്ട്. കരുതൽ തടങ്കൽ 6 മാസമാണെന്നിരിക്കെ മെയ് 16-ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ക്ലീൻ ചിറ്റ് നൽകി പുറത്തിറങ്ങാൻ സാഹചര്യമൊരുക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച കോവളം കാരോട് ബൈപ്പാസ് പുറത്തുവിളയിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന 78 ഗ്രാം MDMA ആന്റി നർക്കോട്ടിക് വിഭാഗം പിടികൂടിയിരുന്നു. ഈ സംഘത്തിലെ പ്രധാനിയാണ് ഷഫീഖ് ഉൾപ്പെട്ട സംഘം 2023 ജനുവരി 15-നാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ PS രാജശേഖരൻ നായരുടെ സഹോദരൻ ശ്രീകുമാരൻ നായരെ കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ഷഫീഖിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഇങ്ങനെയാണ്. 2023 ജനുവരി 10-ന് അഞ്ചുതെങ്ങ് സ്വദേശി അജിത്തിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു, മൊബൈൽ കവർന്നു. 2023 ജനുവരി 11-ന് കഴക്കൂട്ടം പുത്തൻതോപ്പ് അണക്കപ്പിള്ള പാലത്തിന് സമീപം ലൗലാൻഡിൽ നിഖിൽ നോബർട്ടിനെ തട്ടിക്കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു. വീട്ടുകാരോട് 3 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. 2023 ജനുവരി 13-ന് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെത്തിയ പോലീസുകാർക്ക് നേരെ ബോംബെറിഞ്ഞു. തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. പിന്നീടുള്ള പരിശോധനയിൽ ഷഫീഖിന്റെ വീട്ടിൽ നിന്ന് 1.5 ലക്ഷത്തോളം വിലയുള്ള 34 ഗ്രാം MDMA കണ്ടെടുത്തു. 2023 ജനുവരി 15-ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ PS രാജശേഖരൻ നായരുടെ സഹോദരൻ ശ്രീകുമാരൻ നായരെ കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകവേ വെള്ളനാട് PHCയിൽ പോലീസുകാരെ ആക്രമിച്ചു. 2023 നവംബർ 21-ന് കൂട്ടുപ്രതി ഹരികൃഷ്ണനെ വീട്ടിൽ വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. 2024 മാർച്ച് 20-ന് വിചാരണയ്ക്ക് കൊണ്ടുപോകവേ ഇടയ്ക്ക് കോട്ടയം സബ് ജയിലിൽ വെച്ച് ജയിൽ അധികൃതരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതിനും കേസുണ്ട്.